ഹായ്, ഇന്ന് നമ്മൾ ഡയമണ്ട് കട്ട്സ് ആണ് ഉണ്ടാക്കുന്നത്. നല്ല കറുമുറ കഴിക്കാൻ എല്ലാവർക്കും ഇഷ്ടമുള്ള സാധനമല്ലേ. എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഒരുപാട് എൻ്റെ വലിയമ്മച്ചി ഉണ്ടാക്കി തന്ന് ഞാൻ കഴിച്ചിട്ടൊക്കെ ഉള്ള. അമ്മച്ചിയൊക്കെ ഒരുപാട് അത് ഉണ്ടാക്കി വെക്കും. കാരണം അത് പെട്ടെന്ന് ഉണ്ടാക്കാം, ഒട്ടും ഇൻഗ്രീഡിയൻസ് ഒന്നും ഒരുപാട് ആവശ്യമില്ല. നമുക്കതൊന്ന് ഉണ്ടാക്കി നോക്കാം. 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്, മൈദ മാവ്. അത് ഈ കപ്പിന് 2 ഗ്ലാസ്സാണ് എടുത്തിരിക്കുന്നത്. മൈദ നമുക്ക് ബൗളിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതിലോട്ട് ഉപ്പാണെങ്കിലും നമ്മൾ ചപ്പാത്തി മാവിന് എടുക്കുന്ന പോലത്തെ ഉപ്പ് വേണ്ട. നമ്മളിത് മധുരം ചേർത്താണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് കുറച്ച് ഉപ്പ് മതി. ഉപ്പും ചേർത്ത് നമുക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതിലേക്ക് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത് നനയ്ക്കാൻ വേണ്ടിയാണ്. പച്ചവെള്ളം മതി. നമ്മൾ ചപ്പാത്തിയൊക്കെ കുഴച്ചെടുക്കുന്ന പോലെ തന്നെ കുഴച്ചെടുത്താൽ മതി. വെള്ളവുമായിട്ട് ഇതിപ്പോൾ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 സ്പൂൺ സൺഫ്ലവർ ഓയിൽ, വെളിച്ചെണ്ണ എടുക്കല്ലേ, സൺഫ്ലവർ ഓയിൽ നന്നായിട്ട് കുഴച്ച് മയമാക്കി എടുക്കാം. നമ്മൾ ചപ്പാത്തി ചെയ്യുന്ന പോലെ തന്നെ. നമ്മുടെ മാവ് ഇപ്പം നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ചിലവർ ഇതിൽ മഞ്ഞ കളറൊക്കെ ചേർത്ത്, മഞ്ഞപ്പൊടി ആയിരിക്കും മഞ്ഞ കളറൊക്കെ ചേർത്ത് മഞ്ഞ കളറിൽ കിട്ടുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷേ എനിക്കിഷ്ടം നമ്മുടെ വീട്ടിലുണ്ടാക്കുന്നതാണ്. അമ്മച്ചിയൊക്കെ ഉണ്ടാക്കുന്ന ആ ഗോൾഡൻ കളറിലെ ഡയമണ്ട് കാണാൻ ഒരു പ്രത്യേക രുചിയാണ്, കാണാനും കഴിക്കാനും. നമ്മളൊരു ഇരുമ്പ് ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ഇത് ഫ്രൈ ചെയ്യാൻ ആവശ്യമായ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാകട്ടെ. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് മാവ് പരത്തിയെടുക്കാം. മാവ് ഇങ്ങനെ നമ്മൾ നന്നായിട്ട് ഒന്നും കൂടെ പരത്തി കൊടുത്ത്, എന്നിട്ട് അതിൽ നിന്ന് ഒരു ഉരുളയെടുത്ത് നമ്മൾ ചപ്പാത്തി പരത്തുന്ന പോലെ ഈ മാവിൻ്റെ 2 സൈഡിലും പൊടി തട്ടിക്കൊടുത്തിട്ട്, മൈദമാവ് തന്നെയാണ്, പൊടി തട്ടിക്കൊടുത്തിട്ട് നമുക്കിത് പരത്താം. ഇപ്പം പരത്തിയിട്ടുണ്ട്. നമ്മുടെ ചപ്പാത്തി മാവിൻ്റെയൊക്കെ ഒരു കനം വേണം, അതിലും കുറഞ്ഞു പോകണ്ട, അത്ര ഒരു കനത്തിൽ നമ്മളിങ്ങനെ പരത്തിയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ കട്ട് ചെയ്യാം. ഈ സൈഡങ്ങ് കട്ട് ചെയ്തിട്ട് നമുക്ക് മാറ്റി വെക്കാം. നമുക്കിനി അടുത്ത മാവ് കുഴയ്ക്കുമ്പോൾ അതിലോട്ട് ഇട്ട് കൊടുക്കാം. നമുക്ക് ആദ്യമേ ഈ ഒരു വലിപ്പത്തിൽ ഇങ്ങനെ താഴോട്ട് വരഞ്ഞു കൊടുക്കാം. ഇനി നമ്മൾ ഇതിനെ ഓരോ ഡയമണ്ട് ഷേപ്പിലാക്കി കട്ട് ചെയ്യാം. എണ്ണ ഇപ്പം നല്ലതായിട്ട് ചൂടായിട്ടുണ്ട്. നമ്മളപ്പം എണ്ണ നല്ല ചൂടായ എണ്ണയിലേക്കാണ് നമ്മൾ ഡയമണ്ട് ഇട്ട് കൊടുക്കേണ്ടത്. പക്ഷേ നമ്മൾ ഇട്ട് കഴിയുമ്പോഴേ ഫ്ലെയിം കുറച്ച് ചെറിയ തീയില പിന്നെ ഇടേണ്ടത്. നമുക്ക് ആദ്യമേ ഒരു കുഞ്ഞു ഉരുള മാവ് ഇട്ട് കൊടുക്കാം. എണ്ണ ചൂടായോ എന്നൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. എണ്ണ നല്ല ചൂടായിട്ടുണ്ട്. മാവ് ഇട്ടതേ കണ്ടങ്ങ് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ അതിനർത്ഥം നമ്മുടെ എണ്ണ നല്ല ചൂടായിട്ടുണ്ടെന്നാണ്. ഞാനിപ്പോൾ ഫ്ലെയിം കുറച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ച ഡയമണ്ടിൻ്റെ ഓരോന്ന് ഇട്ട് കൊടുക്കാം. സ്പീഡിൽ ഇട്ട് കൊടുക്കണേ. കണ്ട, ഇട്ട് കൊടുക്കുമ്പോഴേ അത് നല്ല കൊമളിച്ച് വരുന്ന കണ്ട. ഒരു സെറ്റ് പരത്തുന്നത് മുഴുവൻ നമുക്ക് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാവേ. സ്പീഡിൽ ഇട്ട് കൊടുക്കണമെന്ന് മാത്രമല്ല. ഇതിപ്പോൾ നല്ല കൊമളിച്ച് വന്നിട്ടുണ്ട് കണ്ടോ. ഇനി നമുക്ക് ഇതിനെ ഒരു ചെറിയൊരു ഗോൾഡൻ ആകുന്നത് വരെ എണ്ണയിലിട്ട് കറക്കാം. നമ്മുടെ ഡയമണ്ട് ഇപ്പം കണ്ട കളറൊക്കെ മാറി ഒരു ഗോൾഡൻ കളറായിട്ടുണ്ട്. നമുക്കിനി ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റി. ഈ കോരി മാറ്റുന്നതിന് തൊട്ട് മുന്നേ നമ്മളൊന്നുകൂടെ ഫ്ലെയിം കൂട്ടി കൊടുക്കുവേ. പിന്നെ ഇത് എണ്ണയിൽ നിന്ന് മാറ്റാം. രണ്ടാമത്തെ ബാച്ചും റെഡി ആയിട്ടുണ്ട്. നമുക്കതും എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. നമ്മുടെ ഡയമണ്ട് എല്ലാം എണ്ണയിൽ വറുത്ത് കോരി വെച്ചിട്ടുണ്ട്. ഇത്രയും 2 കപ്പ് മാവും കൊണ്ട് നമുക്ക് ഇത്രയും ഡയമണ്ട് കിട്ടിയിട്ടുണ്ട്.
ഇത് ഇങ്ങനെ കഴിക്കാനാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. ഇത് കണ്ടാ നല്ല കറമുറാന്നിരിക്കും. ഇങ്ങനെ കഴിക്കാനാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. പക്ഷെ നമുക്കൊക്കെ ഇഷ്ടം അതിൻ്റെ പുറത്ത് ആ ഷുഗർ കോട്ടിങ് വന്ന് കഴിക്കാൻ. നമുക്ക് ഇനിയും അതിനുള്ള ഷുഗർ കോട്ടിങ് ഉണ്ടാക്കാം. ഒരു പരന്ന പാൻ വേണം ഇതിനാവശ്യമേ. ഒരു പരന്ന പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ മാവെടുത്ത ആ കപ്പിന് തന്നെ 1/4 കപ്പ് പഞ്ചസാര, ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് നമുക്കിത് മെൽറ്റാക്കാം. പഞ്ചസാരയെല്ലാം ഇപ്പം നല്ല മെൽറ്റായിട്ടുണ്ട്. ചെറുതായിട്ട് പതയാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് നന്നായിട്ട് പതഞ്ഞു വരണം. പതഞ്ഞ് കഴിയുമ്പോൾ ആ പഞ്ചസാര ഒരു നൂൽപ്പാവാവുന്നത്. നമുക്ക് ഒരു നൂൽപ്പാവിനേക്കാളും ഇത്തിരി കൂടി ഒരു 2 നൂൽപ്പാവാകുന്ന കണക്കിന് വേണം നമ്മൾ നിർത്താൻ. നമുക്കതുവരെ കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കും. ഇപ്പോൾ കണ്ട നമ്മുടെ പഞ്ചസാരയെല്ലാം മെൽറ്റായിട്ട് നല്ല വെളുത്ത് വന്നിട്ടുണ്ട്. ഇനിയും ഈ വെളുത്ത് വന്നത് ഇച്ചിരി കൂടെ ഒരു സ്റ്റിക്കി ആയിട്ട് ഇതിലും ഒരു വെള്ള കളർ വരും. ആ പരുവാകുമ്പോഴാണ് നമ്മൾ നിർത്തേണ്ടത്. നമ്മളിപ്പം നമ്മൾ ഫ്ലെയിം ആണെങ്കിലും മീഡിയത്തിനേക്കാളും തീർത്തും ലോ അല്ല, ഇച്ചിരി കൂടെ ഇതായിട്ടാണ് നമ്മൾ വെച്ച് കൊടുത്തിരിക്കുന്നത്. കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണേ. ഇപ്പോൾ കണ്ട കുറച്ചുകൂടെ അത് വൈറ്റ് കളറായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഇങ്ങനെ നമ്മുടെ ഈ വിരലും കൊണ്ട് നോക്കുമ്പം ഇത് ഒരു നൂലായോ എന്ന് നമുക്കറിയാൻ പറ്റും. നമ്മളിങ്ങനെ 2 വിരൽ തമ്മിൽ ഇങ്ങനെ കണ്ടോ, ഇത് ഒരു നൂൽപ്പാവായിട്ടുണ്ട്. കണ്ടോ, ഇതൊരു നൂലായി. ഇനി ഒരു സെക്കൻഡും കൂടെ മതി, പെട്ടെന്നാകും. ഇപ്പം നമ്മുടെ പഞ്ചസാരയെല്ലാം നല്ലൊരു ക്രിസ്റ്റൽ പോലെ ചൂട് നല്ല വൈറ്റ് കളറായിട്ടുണ്ട്. നല്ല പതഞ്ഞു വന്നിട്ടുണ്ട്. ഈ പരുവമാണ് നമുക്ക് വേണ്ടത്. ഈ പരുവത്തിലോട്ട് നമ്മൾ ഇനിയെല്ലാം നമ്മൾ ഫാസ്റ്റായിട്ട് ചെയ്യണേ. ഇത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്ത വഴി തന്നെ പെട്ടെന്ന് തന്നെ നമ്മളിത് മിക്സിങ് ചെയ്യണേ. നമ്മളിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. പെട്ടെന്ന് ഇത് മിക്സ് ചെയ്ത് കൊടുക്കണേ. അപ്പോൾ ആ പഞ്ചസാര എല്ലാം ഇത് ഷുഗർ കോട്ടായിക്കോളും. നമ്മുടെ ഡയമണ്ട് കട്ട്സ് എല്ലാം റെഡി ആയിട്ടുണ്ട്. നമ്മളത് ഷുഗർ കോട്ടിങ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല ടേസ്റ്റായത്. നമ്മുടെ കുഞ്ഞുമക്കൾക്കൊക്കെ ഇതെന്താണേലും ഇഷ്ടപ്പെടും. ഞാനൊക്കെ എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ അമ്മച്ചിയൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിങ്ങനെ നോക്കിയിരുന്ന് കണ്ടിട്ടുണ്ട്. അമ്മച്ചി ആ ഷുഗർ കോട്ട് ചെയ്യുന്നത് കാണാൻ തന്നെ ഒരു പ്രത്യേക കൗതുകമായിരുന്നു അന്നൊക്കെ എനിക്ക്. നല്ല ക്രിസ്പിയാണ്. നമുക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. ഇത് നമ്മളൊരു കണ്ടെയ്നറിലാക്കി വെച്ചാൽ എത്ര നാൾ വേണമെങ്കിലും കേടുകൂടാതെ ഇരിക്കും. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം.